എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കിയതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ പേര് ആലീസ് റോയ്, ആലങ്ങാട് നിന്ന് വരുന്നു, ആലുവ. ഞാൻ 2024 ജൂൺ 13 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അതിൻ്റെ സാക്ഷി ഞാൻ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എല്ലാം ശരിയായി. 6 ഇത് വെച്ച് നിയോഗം വെച്ചതിൽ 5 നിയോഗവും നടന്നപ്പോൾ ഇവിടെ ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്. ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ്. അപ്പോൾ ഞാൻ 3ാമത്തെ പുതുക്കലിന് വന്ന സമയത്ത് ഞാനൊരു നിയോഗം വെച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനത്തിൻ്റെ മാർഗം കൂടി കാണിച്ചു തന്നെ മാതാവിന്ന്. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എനിക്കിങ്ങനെ പുറത്തേക്ക് പോകാനായിട്ടൊരു ചാൻസ് വന്നു. ഞാനപ്പോൾ അത് ഇറ്റലി പോകാനായിട്ടും ഞാനപ്പോൾ അത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ എൻ്റെ കസിന് വേണ്ടി പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി കൊണ്ട് പോരെ, ഞാൻ ചേച്ചിക്കുള്ള പൈസ ഞാൻ എടുത്തോളാം. എൻ്റെ അടുത്ത് ഇത്തിരി പ്രശ്നമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വിസയ്ക്ക് ഉള്ളതിന് പ്രോസസ്സിങ്ങിനുള്ള പാസ്പോർട്ടൊക്കെ കൊടുത്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾ അതിൽ നിന്ന് പിന്മാറി. പക്ഷേ എൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഏജൻറ്റ് പറഞ്ഞു, ഇത് നടക്കാൻ ഇത്തിരി സാധ്യത കുറവാണ് ചേച്ചി, എല്ലാം റിജക്ഷനായി വരെയാണ്, ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇപ്പോഴും ഞാൻ ആ പുള്ളിനോട് വിളിക്കുമ്പോൾ ഞാൻ പറയും, എൻ്റെ കാര്യം മാതാവിനറിയാം, മാതാവ് നന്മയ്ക്കാണ് എനിക്കത് നടത്തി തരും, ഞാൻ ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിക്കണത് എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അന്നൊരു ദിവസം ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് ചെന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ, ഇത് മാതാവ് നടത്തുന്നത് എനിക്കത് എന്താണെന്ന് എനിക്ക് കാണിച്ചു തന്നെ. ഇന്ന് എനിക്ക് അതിനിത് കിട്ടണം. കുറച്ച് ദിവസം ഇങ്ങനെ ഇത്തിരി ടെൻഷനും അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് പെട്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് സുഗന്ധാഭിഷേകം. എനിക്ക് മനസ്സിലായില്ല, ഞാൻ ഓർത്ത് ആരെങ്കിലും പെർഫ്യൂം അടിച്ച് വന്നതായിരിക്കും എന്ന് ആദ്യം ഓർത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും പിന്നെ ഇത് മണം പോകുന്നേ ഇല്ല. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് 2 പ്രാവശ്യത്തിന് മുമ്പ് എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് മാതാവ് ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നവരെ ഇങ്ങനെ പള്ളി എനിക്ക് കാണിച്ചു തരുകയാണ്. അപ്പോൾ ഞാൻ വിശ്വസിച്ചു, മാതാവേ, അയ്യോ മാതാവ് എൻ്റെ അടുത്തുണ്ടല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ഓർത്തു. അപ്പോഴേക്കും ഔസേപിതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് നിന്ന് മാതാവ് അങ്ങോട്ട് പോകണത് കറക്റ്റ് ഇങ്ങനെ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നടക്കുമെന്ന്. അപ്പോൾ ഞാൻ വീട്ടിൽ വെച്ച് വന്ന് മക്കളോട് പറഞ്ഞത്, എനിക്ക് ഉറപ്പായിട്ടും എനിക്കിത് കിട്ടും എന്ന് പറഞ്ഞപ്പോഴേക്കും മക്കൾ ചിരിച്ചുകൊണ്ട്, അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ഇത് വരട്ടെ, ഇന്ന് തന്നെ ഞാൻ പറയാമെന്ന് പറഞ്ഞു അവരോട്. അങ്ങനെ പറഞ്ഞിട്ട് ഒരു 11:30 ആയപ്പോൾ ഏജൻറ്റ് വിളിച്ചു പറഞ്ഞു, ചേച്ചി റെഡി ആയിട്ടുണ്ട് കേട്ടോ, വിസ റെഡിയായെന്ന്. പിന്നെ സാമ്പത്തികമായി. അപ്പോൾ ഇനി സാമ്പത്തിക പ്രശ്നങ്ങൾ, അത് ഇനി എങ്ങനെ ചെയ്യും, ഇനി അവളോട് പൈസ ചോദിക്കുന്നതിനോട് എനിക്ക് അത്രയും താല്പര്യമില്ല. അങ്ങനെ ഞാനിങ്ങനെ പിറ്റേ ദിവസം ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് പ്രാർത്ഥിച്ച് ഇങ്ങനെ നിന്നപ്പോഴേക്കും എനിക്ക് തോന്നി, ഗോൾഡ് കുറച്ച് ഇങ്ങനെ ചിട്ടിക്ക് വേണ്ടിയിട്ട് ഈട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവരോട് പൈസ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ഓർത്ത് ഇങ്ങനെ നിന്നിട്ട്, അന്ന് തന്നെ ഞാൻ ആ വഴി തന്നെ പള്ളിയിൽ നിന്ന് പോയ വഴി തന്നെ അവിടെ പോയി, ഞാനിങ്ങനെ സൊസൈറ്റിയിലാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ചേച്ചി വെച്ച് നോക്ക്, കാരണം ഗോൾഡിന് ഇപ്പോൾ വില കൂടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ചോദിച്ചു. അപ്പോൾ ഞാനത് വേറൊരു ആധാരം വെച്ചിട്ട് എടുക്കാനായിട്ട് നിൽക്കണം. പക്ഷേ അത് ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല, റെഡി ആയിട്ടില്ല. അതാണെങ്കിൽ എനിക്കിപ്പം പറ്റില്ല പോകാനായിട്ട്. പുള്ളി പൈസ ഈ മാസം ഒരു 15-ാം തീയതിക്കുള്ളിൽ കൊടുക്കുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ അത് നടക്കണേ പിന്നെ ആധാരം വെച്ച് കൊടുത്താൽ മതി എന്ന് ഓർത്തപ്പോഴാണ് അത് നടക്കാൻ വൈകണപ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്ത വന്നത്. അങ്ങനെ ഇത് ഞാൻ അവിടെ ചെന്ന് പുള്ളിയോട് ചോദിച്ചു, പറഞ്ഞാൽ എന്നാൽ ഒരു അപേക്ഷ വയ്ക്കുമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം എടുക്കൂട്ടാ ഇത് കിട്ടാനായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവേ, ഈശോയെ നീ ഞങ്ങൾക്ക് ഈശോയുടെ എനിക്ക് നടത്തി തന്നോട്ടെ മാതാവേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷ എഴുതി അവിടെ വെച്ച് സാക്ഷികളൊക്കെ വേണ്ടി ഒപ്പിടിച്ച് കൊടുത്തു. അത് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്നെ വിളിച്ചേക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ആരെങ്കിലും പോയി കണ്ടാക്കാൻ പറ്റും, ഞങ്ങൾ ആരെങ്കിലും? ഞാൻ പറയില്ല, ഞാൻ ആരെയും കണ്ടെന്നില്ല. പിന്നെ അങ്ങനെ പെട്ടെന്ന് ഇത്ര വേഗം പാസ്സായി, ഇത് കമ്മിറ്റിയിലൊന്നും വെച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, അതെനിക്ക് 2 ആളുകളുണ്ട്, അവർ നടത്തി തന്നാന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കറിയാം ഞാനിങ്ങനെ പ്രാർത്ഥിക്കണതും അവിടേക്ക് ഇടയ്ക്ക് ഞാൻ കൊണ്ടുവന്ന് പത്രം കൊടുക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അങ്ങനെ അത് പൈസയൊക്കെ റെഡിയായി, എല്ലാം കുഴപ്പമില്ലാതെയൊക്കെ റെഡിയായി കിട്ടി. പിന്നെ പോകാൻ ഞാൻ ഞായറാഴ്ച വൈകുന്നേരം പോകും. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ പള്ളിയിൽ എല്ലാ മാസവും 1-ാം തീയതി തന്നെ മാസത്തിന് 1-ാം തീയതി തന്നെ ദശാംശം കൊടുക്കും. അതുകൂടാതെ പിന്നെ ആരെങ്കിലും വന്നതിനോട് ചോദിക്കാൻ പൈസ ചോദിക്കാൻ എനിക്ക് അറിഞ്ഞിട്ട് പിന്നെ അതൊന്ന് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ വിൻസെൻ്റ് പോളിൻ്റെ ഒരു പ്രവർത്തകയും പ്രസിഡൻറ്റ് കൂടിയായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസയും അതുകൂടാതെ ഞങ്ങൾ കളക്ഷൻ എടുത്തും അതൊക്കെ മേടിച്ചും ചോദിച്ചൊക്കെ നടന്നൊക്കെ അങ്ങനെ പാവങ്ങളെ സഹായിക്കാൻ, രോഗികളെയൊക്കെ സഹായിക്കാനൊക്കെ ഞാൻ നന്നായിട്ട് പരിശ്രമിക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം വാങ്ങിച്ച് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ബസ് സ്റ്റാൻഡിലും, മിക്കപ്പോഴും ഇവിടുന്ന് പോകുമ്പോൾ വഴി തന്നെ ഞാൻ ബസ് സ്റ്റാൻഡിലും മറ്റേ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലൊക്കെ കൊടുത്ത് ഒരു ഇതായിട്ടേ അങ്ങോട്ട് പോവുള്ളൂ. ചിലപ്പോൾ ആ വീട്ടിൽ ചെന്നിട്ട് പിറ്റേ ദിവസം കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ അത് ചെയ്യാറുണ്ട്. പിന്നെ വചനം വായിക്കാനും ജപമാലയിലും എനിക്ക് ഇത്തിരി മടിയായിരുന്നു എനിക്ക്. ഇപ്പോൾ വചനം വായിക്കാനും ഭയങ്കര താല്പര്യമാണ്. അരമണിക്കൂറല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ ഞാൻ വായിക്കും.
കാലത്ത് വെളുപ്പിനെ എഴുന്നേക്കാൻ ഇത്തിരി മടിയായിരുന്നു. അതൊക്കെ പക്ഷെ അതൊന്നുമില്ല. അതായത് രാവിലെ തന്നെ എഴുന്നേക്കും, ബൈബിൾ വായിച്ചിട്ടേ പള്ളിയിൽ പോകാൻ നോക്കുകയുള്ളൂ. പിന്നെ കുർബാനയ്ക്ക് എനിക്ക് പോകാൻ ഇഷ്ടമാണ്, പക്ഷേ ഞാൻ പോകാതിരിക്കാമല്ലോ. പക്ഷെ എന്നാലും ചിലപ്പോഴൊക്കെ ഒരു അസുഖം വന്നതൊക്കെ ഇന്നത്തെ ഞങ്ങളുടെ പോട്ടെ എന്ന് വെച്ച് വിടും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഒരു ദിവസം പോലും ഞാൻ കുർബാനയ്ക്ക് 2024 ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒറ്റ ദിവസം മുടക്കിയിട്ടില്ല. പനി വന്ന ദിവസങ്ങളിൽ പോലും ഞാൻ ഏറ്റവും ബാക്കിൽ പോയിരുന്ന, ആരുടെ അടുത്തിരുന്നില്ല, മാസ്കൊക്കെ വെച്ചിട്ട് പോയി ആ പുറയിൽ പോയിരുന്ന, അങ്ങനെ ജലദോഷം എന്ത് അസുഖം ഉണ്ടെങ്കിലും ഞാൻ വിശുദ്ധ ബലി മുടക്കിയിട്ടില്ല, ഇതുവരെ മുടക്കിയിട്ടില്ല. കുമ്പസാരമാണെങ്കിലും 2 ആഴ്ച എത്തുമ്പോൾ കറക്റ്റ് 2 ആഴ്ച, ചിലപ്പോൾ ഒരാഴ്ച എത്തുമ്പോൾ ചിലപ്പോൾ കുമ്പസാരിക്കും. അങ്ങനെ ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. 71 സങ്കീർത്തനം 16 തിരുവചനം. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷിയായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. ആലീസ് എന്ന ഈ മകളുടെ 2ാമത്തെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണിത്. ഈ മകൾ പറയുന്നത്, ഞാൻ 6 നിയോഗങ്ങൾ എഴുതിയതിൽ 5ഉം എനിക്ക് സാധ്യമായി. എപ്പോഴും ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള ഒരു വലിയ കൃപ നൽകിയതുകൊണ്ടാണ് എപ്പോഴും ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുവാനും വിശ്വാസ കൈമാറ്റം നടത്തുവാനും ഈ മകൾക്ക് സാധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ സമയച്ചുരുക്കത്തിലാണ് ഈ മകൾക്ക് ഇറ്റലിയിലേക്ക് പോകാനുള്ള വിസ ഈശോയിൽ നിന്നും വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞു, ഈവൻ ഏജൻസി പോലും അറിയിച്ചു ഇത് ചേച്ചിക്ക് സാധ്യമല്ല എന്നവരറിയിച്ചിട്ട് പോലും പരിശുദ്ധ അമ്മയുടെ ആ ഒരു ഉറപ്പ്, ഉടമ്പടിയിലുള്ള ഉറപ്പ്, പരിശുദ്ധ അമ്മ എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നെ ഗ്രീൻ സിഗ്നൽ നൽകി ഈശോയ്ക്ക് കൊടുക്കുമെന്നുള്ള ഒരു വലിയ ഉറപ്പ് ഈ മകൾക്കുണ്ടായതുകൊണ്ട് അമ്മ പറഞ്ഞതുപോലെ തന്നെ ഈ മകൾക്ക് പെട്ടെന്ന് വിസ ലഭിക്കുകയുണ്ടായി. അതിനു മുന്നോടിയായി സുഗന്ധാഭിഷേകം നൽകുകയും എപ്പോഴും എല്ലാ ദിവസവും ഉടമ്പടിയെടുത്തത് മുതൽ എല്ലാ ദിവസവും ദിവ്യബലിയിൽ വളരെ സജീവമായി പങ്കെടുക്കുവാനും ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുവാനും ഒക്കെയുള്ള വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഉപവസിക്കുന്നതും പത്രം കൊടുക്കുന്നതും നിബന്ധനകൾ പാലിക്കുന്നതൊന്നുമല്ല, മറിച്ച് ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കലാണ് നമ്മുടെ ഉടമ്പടി മുന്നോട്ട് പോകാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഉടമ്പടി ഉത്തരവാദിത്വത്തെക്കാൾ മുകളിലാണ് ഈ ഗ്യാപ്പില്ലാത്ത ദൈവമേഖലയിൽ നിലനിൽക്കുവാനുള്ള കൃപ എന്ന് അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 2-ാം തിരുവചനം പറയുന്നത് പോലെ, നീ സമുദ്രത്തിൻ്റെ മുകളിലൂടെ കടന്നുപോയാലും ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. അതൊരു വലിയ വാഗ്ദാനമാണ്. അതൊരു വലിയ ഈശോയുടെ ഉത്തരവാദിത്വമാണ് നമ്മെ സംരക്ഷിക്കുക എന്നുള്ളത്. നമുക്ക് എത്ര തന്നെ അഗ്നിപരീക്ഷയുണ്ടായാലും ആ പൊള്ളൽ നമ്മെ ഏൽക്കുകയില്ല. നിന്നെ പാമ്പുകളുടെയും തേളുകളുടെയും മുകളിൽ ശത്രുക്കളുടെ മേൽ ചവിട്ടി നടക്കാനുള്ള ആത്മീയ അധികാരം പോലും നമുക്ക് ലഭിക്കുന്നത് ഈ ഉടമ്പടി, ആ ദൈവസ്നേഹത്തിൽ നാം നിലനിൽക്കുമ്പോഴാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്ന പോലെ, ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ, തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് നാം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ഈ ഉടമ്പടിയിലേക്ക് നടന്നു വരുന്നവർ, കൃപാസനത്തിലേക്ക് നടന്നു വരുന്നവർ പറന്നു പോകുന്നു എന്ന് അച്ഛൻ നോക്കിക്കാണുകയാണിപ്പോൾ. നമ്മുടെ എല്ലാ വാഗ്ദാനങ്ങളുടെയും, ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്കെല്ലാം യോഗ്യരാകുവാൻ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിസ പ്രോസസ്സിംഗ് തടസ്സമായി നിൽക്കുന്ന എല്ലാ മക്കളെയും, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും, കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും രണ്ടറ്റം മുട്ടാൻ വളരെ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.